ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീറ്റതേ ഉള്ളൂ. ഇച്ചിരി താമസിച്ചു. ഇന്നലെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് കിടന്നപ്പോൾ താമസിച്ചു. ഒരാൾ രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ ഈ സൂത്രം എടുത്ത് വായി വെച്ച് കൊടുത്തു. ജസ്റ്റ് എനിക്ക് ചായ ഇടാൻ വേണ്ടി അടിയിലോട്ട് പോയി. ഞാൻ ഫ്രഷ് ആകാൻ വേണ്ടി പോകുന്നു. ഞാനും ഉറക്കപ്പീച്ചിലാണ്. ഞാൻ ഫ്രണ്ട് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് അതേ ഞാനും ഒന്ന് പോയി ഫ്രഷായിട്ട് വരണം. ഈ എടുത്ത് പഠിച്ച ആറ്റിറ്റ്യൂഡ് ബോയ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇനി അടിയിലോട്ട് പോയി ചായയൊക്കെ കുടിക്കണം. വന്നിട്ടാണ് ഓട്ടോ ഓടാൻ പോകാൻ. ചിലപ്പോൾ അതിന് മുന്നേ ഒന്ന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലോട്ട് പോകും. അപ്പോൾ ഇന്ന് ഇച്ചിരി താമസിച്ചെണീറ്റോ. ഇന്നലെ വീഡിയോ ഒക്കെ എടുക്കാനാണ്. ഇങ്ങനെ വയ്യ, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ശരീരത്തിൽ നീരൊന്നുമില്ല. ഉള്ളതെല്ലാം വറ്റിപ്പോയി ചൂട് കാരണം. ഇന്നലെ പിന്നെ ദുഃഖവെള്ളിയായിരുന്നു. ഇന്ന് കള്ള് ശനിയാണ്. ഇന്നും നാളേക്ക് ഇച്ചിരി മടുപ്പായിരിക്കും. ഇനി ഈസ്റ്റർ. നാളെ ചിലപ്പോൾ ഒരു അനക്കം കാണും. പിന്നെ മറ്റന്നാട്ട് ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം മിണ്ടാണ്ട് കിടക്കുന്നുണ്ട്. എന്താണ് ഇവിടെ നിനക്ക്? കിട്ടുന്നില്ല, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ചിച്ചേന്ന് ചിച്ചേ ചിരിക്കത്തില്ല, എണ്ണിടിക്കുകയാണ്. അപ്പോൾ എന്തായാലും റെഡിയായിട്ട് അടിയിലോട്ട് പോട്ടെ. ഞാൻ അവിടെ പോയിട്ട് ചായ കുടിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ മാർക്കറ്റിലോട്ട് പോകും സാധനങ്ങൾ മേടിക്കാം. അപ്പം ഇനിയുള്ള കാഴ്ചകൾ അപ്പം കാണിച്ചു തരാം. ബൈ ഗൈസ്. അപ്പം അടിയിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ എൻ്റെ അടുത്ത് വന്ന് കിടപ്പുണ്ട്. ഇത് കാര്യം വിളിച്ചാൽ അവിടെ എനിക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ്. ചായ കേട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇവിടെ കൊച്ചുമായിട്ട് ഇവിടെ എനിക്ക് വേണ്ടി ഇവിടെ ഫുഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊച്ചുമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ പറ്റിക്കിടക്കുകയാണ്. ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ ചായ കുടിക്കാൻ ഹമീജ് റെസ്റ്റോറൻറ്റ് ചായ കുടിക്കണം. അപ്പോൾ അതേ ചപ്പാത്തിയും ചിക്കൻ കറിയും വെച്ച് അവിടെ കഴിക്കുകയാണ് ഗൈസ്. ചപ്പാത്തിയും ചിക്കൻ കറിയും. ഞാൻ ഈ ഒരാഴ്ച ചിക്കൻ കറിയാണ് പറഞ്ഞത്. ചപ്പാത്തിയും ചിക്കൻ കറി. കഴിക്കും. രാവിലെ ചപ്പാത്തി ചായ. ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു പാടാണെന്നാണ് എനിക്ക് പറയുന്നത്. കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ചിലപ്പം ഓട്ടം പോകുന്നതിന് മുന്നേ വീട്ടിലോട്ട് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നു. അപ്പം വീട്ടിലോട്ട് പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോവുകയാണ്. മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഭയങ്കര തിരക്കാണ്. തക്കാളി എന്ന് എടുത്തുകൊണ്ട് തൈര് വാങ്ങിക്കണം, തേങ്ങ വാങ്ങിക്കണം. അതുകൊണ്ട് നോക്കപ്പോൾ പറയാം, പൊട്ടിച്ച് നോക്കുമ്പോൾ പറയും നല്ലതാണ്. തൈരും മേടിച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറി ഐറ്റംസ് എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നേരെ മുല്ലക്കല്ലിട്ട് മസാലക്കെട്ട് മേടിക്കാൻ പോകും. അതും കൂടെ മേടിച്ച് വെക്കും. അപ്പോൾ നമ്മൾ പച്ചക്കറികളെല്ലാം മേടിച്ച് നേരെ പോണത് പുലയമ്പള്ളിയിലോട്ട് മീൻ മേടിക്കാനായി. പക്ഷേ മീൻ കറി വെക്കണമെങ്കിൽ മീൻ വേണമല്ലോ. അപ്പം മീൻ മേടിച്ചിട്ടില്ല.
ചിക്കൻ മാറ്റി ഓ ശരിയാണ്, ഇന്ന് 1 വീക്കായി. ഇന്ന് 1 വീക്കായി. അപ്പോൾ ഈ ചിക്കൻ മാറി അടുത്ത വേറെ സാധനം ഇത് പറയാൻ കയറാം. എത്രയാണ്? ഏതാ ചെറിയ മാത്രം 400 രൂപ, 240 രൂപ, നമുക്കാണെങ്കിൽ 300 രൂപ. നമ്മള് കേരയാണോ വാങ്ങിച്ച? എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ട് കുറിച്ച് വാങ്ങിച്ചു. അപ്പം നമ്മള് കേര വാങ്ങിച്ച് ഈ വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഇനി ഓട്ടം പോകുകയാണ് ഗൈസ്. ഓട്ടം വിളിച്ചിട്ടുണ്ട്, സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഓട്ടം, ഇന്നലത്തെ ഒരു ഓട്ടം ഉണ്ട്, അതിൻ്റെ കണക്ഷനായിട്ട് ബാക്കി ഓട്ടം ഉണ്ടാകും. ഓറഞ്ച് ഷാൾ, ഓറഞ്ച് ഫോണൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ നമ്മുടെ സ്റ്റാൻഡിലോട്ട് വന്നിരിക്കുകയാണ്. ഓട്ടോ കഴിഞ്ഞ് ഇന്നല്ല നമ്മളെ പരിചയപ്പെടുത്താത്ത നമ്മളെ വേറെ മെമ്പറാണ് അനീഷ്. രഞ്ജിത്ത് തന്നെ മോഹൻലാൽ ആ മീശക്ക് കൊടുക്കണ്ട 500 രൂപ നോക്കി കണ്ടിട്ട് കൊതി വരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞത് എനക്ക് വെക്കണം, എവിടെ പോയാൽ വെച്ച് ഞാൻ ചോദിച്ചായിരുന്നു. ഈ താരിക്കത്തി തീ പിടിക്കാത്തത് നിന്റെ ഭാഗ്യം. കണ്ടേക്കാടെ തമാശക്ക് കൊടുക്കണം 1000 രൂപ. നമ്മുടെ അനീഷ് പണിയുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഇല്ലായിരുന്നു ഇതിനകത്ത്, അപ്പൊ ഇന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി വലിയ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇപ്പോഴാണ് വന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചരിത്രത്തിലാദ്യമായി മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധിയിൽ മക്കൾക്ക് പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. മോഹൻലാലിൽ ഓറഞ്ച് ആടി അതാണ് കറുത്തച്ഛൻ. അതാണ് നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ എപ്പോഴും പേരെന്തായിരുന്നു? അരുൺ. അറവുകാടമ്മ പേര് ചോദിച്ചിട്ടില്ല, നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട്. ഞാൻ അപ്പുറത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനോട് കുഴപ്പമില്ല. അപ്പം അടുത്ത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകണേ. നമ്മുടെ കൺവീനർ അജയ് ഘോഷ് വരുന്നുണ്ട്. അമ്പലപ്പുഴയിലെ ഓരോ വീടിനും തന്നിലേക്കുന്ന വികസനവും ഐക്യവും മുന്നോട്ട് വെക്കുന്ന തെങ്ങിൻ തൊട്ടമടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വിളക്കമാർന്ന വിജയം നൽകണമെന്ന ഉദ്ബുദ്ധരായ വോട്ടർമാരോട് കഴിഞ്ഞ 5 വർഷം കേരക്കറി, ക്യാരറ്റുകൾ, ചോറ്. മോരാണോ മാങ്ങയിട്ട കേരക്കറി, ബീറ്റ്റൂട്ട് കറി, മാങ്ങാച്ചാർ, കഴിച്ചിട്ട് ബീറ്റ്റൂട്ട്, മാങ്ങ, ക്യാരറ്റും കേരക്കറി, ക്യാരറ്റും ബീൻസും കൂടെ തോന്നി. ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് തോരൻ വെച്ചാൽ പ്ലേറ്റ് നിറച്ചോളാം. അപ്പോൾ കഴിച്ചിട്ട് വരാം കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. മുളക് കറി റൂമിലോട്ട് കുറച്ച് കിടക്കട്ടെ. അപ്പോൾ കഴിച്ച് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് വന്ന് കഴിച്ചിട്ട് തണുപ്പൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു. ഭയങ്കര ചൂട്, രക്ഷയില്ല. അപ്പോൾ ഞാൻ ഇത്രയും നേരം നമ്മളൊരു കൂട്ടുകാരൻ്റെ
വീട് സാധനം പിറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ചിലപ്പോൾ കുറച്ചും കൂടെ സാധനം കൊണ്ടുപോകാൻ കാണും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ചിലപ്പോൾ സ്റ്റാൻഡിലോട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒതുക്കി വെക്കും. വയ്യ, നല്ല സൂപ്പർ മുളകരച്ച കേരക്കറിയും. ഞാൻ അവിടുന്ന് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പോയത്. എന്നെ വിളിച്ച്, ഞാൻ പോയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചാ ഇവിടെ ഫുഡ് കഴിക്കാണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ട് നേരെ വീട്ടിലോട്ട് വന്നതാണ്. വീട്ടിൽ കേരക്കറിയും ക്യാരറ്റും ബീൻസും കൂടെ മിക്സ് ചെയ്ത തോരനും പിന്നെ നല്ല അടിപൊളി മാങ്ങ, നമ്മളെ മറ്റേ സദ്യയൊക്കെ വെക്കുന്നതിൻ്റെ ആ മാങ്ങായും മുളകൊക്കെ ഇട്ടിട്ടൊരു കറി, ഒരു അച്ചാറ്. ആ അച്ചാറും പിന്നെ മോരാണോ നല്ല ചോറുമായിട്ട് നല്ല പിടിപിടിച്ച് ഉച്ച വരെ കഴിച്ചു. ഇനി ഇച്ചിരി കൂടെ, ഉച്ചയല്ല നെറ്റ് വരെ കഴിച്ച്. ഇച്ചിരി കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം തലച്ചോറിൽ മുട്ടും, ബുദ്ധി പോകും എൻ്റെ. അത് കാരണം ഞാൻ ഇവിടം വരെ കൊണ്ട് നിർത്തി. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോകുന്നു ഗൈസ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്രയാക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ വരാം. ബൈ. അപ്പോൾ ഗൈസ് ഇത് ഉറക്കമൊക്കെ കഴിഞ്ഞൊന്ന് കുളിച്ചൊരുങ്ങി വേറെ ഡ്രസ്സൊക്കെ ഇട്ടും തേക്കാൻ പോവുകയാണ്. എന്നിട്ട് പുറത്തോട്ടിറങ്ങാൻ നോക്കി. ഇനിയിപ്പം പോണില്ല, വയ്യ. രാവിലെ കിടന്ന് ഓടി ചൂടൊക്കെ അടിച്ച് ജച്ചാതെ കൊച്ചിയായിട്ട് അടിയിലോട്ട് പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി ചെറിയൊരു കരച്ചിൽ എൻ്റെ ആയിരുന്നു ഉറങ്ങുമായിരുന്നു. ഞാൻ ഇങ്ങനെ ഉറക്കിയിട്ട് അടിയിലോട്ട് കൊടുത്തിട്ട് അപ്പോൾ ജച്ചാൻ്റെയിലോട്ട് കൊടുത്തപ്പോൾ പിന്നെ അങ്ങോട്ട് കരഞ്ഞുകൊണ്ടും പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിത് ഡ്രസ്സൊക്കെ ഒന്ന് തേച്ചിട്ട് അടിയിലോട്ട് പോയി നോക്കാം എന്താന്ന്. ഓക്കെ ഗൈസ്, അപ്പം ദേ ഡ്രസ്സൊക്കെ ഇട്ട് ജച്ച കൊച്ചിനെ അടിയിൽ കൊണ്ടുപോയിട്ടിട്ട് മേളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് പോവാണ്. ജസ്റ്റ് ചായയൊക്കെ ഒന്ന് കുടിക്കണം. പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാൻ പോകുന്നു. നമ്മൾ എനിക്ക് വയ്യായിരുന്നു ഗൈസ്. ഇവൻ പറഞ്ഞാന്നറിയത്തില്ല. പറഞ്ഞാ അറിയില്ല, എനിക്ക് വയ്യായിരുന്നു. ഞാൻ പറഞ്ഞു നീ വയ്യാണ്ട് അവിടെ കിടക്കണം. വയറുവേദനയായിരുന്നു, വയറുവേദന. ഇപ്പൊ കുറവുണ്ട്. അതൊന്നും കിടന്നെണീറ്റപ്പം മാറിയത്. ഞാൻ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം. അങ്ങനെ വിചാരിച്ചു, ഉറങ്ങിയപ്പോ മാറി. അപ്പം നമ്മളെങ്ങോട്ടാ പോണേന്ന് അറിയാമോ? നമ്മുടെ ബയ്യ, ഹായ് ബയ്യ. സ്ഥിരം നമ്മുടെ ബയ്യാണ്. എന്തായാലും നമ്മൾ അതും കഴിഞ്ഞു. നമ്മൾ കുട്ടുംകട്ടലിലേക്കും പോവുക അല്ലേ? അവിടെ ബണ്ണുണ്ടെങ്കിൽ നോക്കും. അവിടുത്തെ ഒരു നല്ല സൂപ്പർ ബണ്ണുണ്ട് കേട്ടോ. ബണ്ണുണ്ടെങ്കിൽ ഉണ്ടല്ലേ? ബട്ടർ ബണ്ണിന് പോയി. ബസ് ബട്ടർ ബണ്ണില്ല. എവിടെ നിന്നാണ് എടുക്കുന്നതിന് ബട്ടർ ബണ്ണ്? ഞാൻ പറഞ്ഞല്ലോ അത് അറിയത്തില്ല. അറിയത്തില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം, പറയാത്തതാണ്. എട്ട് മണി കഴിഞ്ഞേ വരുത്തോളാം. അപ്പോൾ ദേ നമ്മൾ ചായ കുടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ദേ മുപ്പാലം എത്തിയിട്ടുണ്ട്. മുപ്പാലം എന്ന് പറയുന്നത് നമ്മുടെ നാൽപ്പാലം. നമ്മുടെ ആദ്യത്തെ മുപ്പാലം ഇപ്പോൾ നാൽപ്പാലമാക്കിയിരിക്കുന്നു. പക്ഷെ എന്നാലും നമ്മൾ മുപ്പാലം എന്ന് പറയത്തുള്ളൂ. അപ്പം മുപ്പാലത്തൂടെ നമ്മൾ കറങ്ങി നേരെ സിനിമ തിയേറ്റർ. വാഴ 2 അടിപൊളി പടമാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ പടവും നേരത്തെ കാണുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി തിരക്കായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം അടിപൊളി പടമാണ്. അപ്പോൾ നമ്മൾ ഫോണിൽ നോക്കിയപ്പോൾ ഹൗസ്ഫുള്ളാണ്. നോക്കട്ടെ, ടിക്കറ്റ് നേരിട്ട് പോയിട്ട് വല്ലതും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് സെറ്റാക്കി പടം കാണാനുള്ള പരിപാടിയാണ്. ഇത് നമ്മുടെ ആലപ്പുഴയിലെ അൽറീം റിയൽ ടേസ്റ്റ് ഓഫ് എന്താണ് അറേബ്യൻ മന്തി. നമ്മുടെ വീഡിയോയുടെ ഇടയിൽ മിന്നായം പോലെ റസീം പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്കത് വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. റസീം നോക്കിയായിരുന്നു. അപ്പോൾ റസീമിന് ഒരു വിഷമം വേണ്ട. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അവിടെ എത്തിയിട്ട് ബാക്കി രംഗങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ആലപ്പുഴ സാൻഡ്വിച്ച് തിയേറ്ററിലെത്തിയിട്ടുണ്ട്. ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കയറി പടം കാണും.
വാഴ 2 കാണാൻ വേണ്ടി ഇത് നല്ല അടിപൊളി തിരക്കാണ് ഇവിടെ. അപ്പോൾ ഗൈസ് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അതായത് എല്ലാം ഹൗസ്ഫുള്ളാണ്. കാര്യം ഹൗസ്ഫുള്ളാണ്, അതുകൊണ്ട് ടിക്കറ്റ് കിട്ടില്ല. അപ്പം ഇനിയിപ്പം നാളത്തേക്ക് നമ്മൾ സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നത്. നാളെ നൈറ്റ് പോകാം അല്ലേ? നാളെ അതായിരിക്കും നല്ലത്. കാര്യം ഇനിയിപ്പം പിന്നെ ഇനി 12 മണിക്കുണ്ട്. 12 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചടങ്ങ്. പിന്നെ വന്നു കഴിയുമ്പോൾ 3 മണിയൊക്കെ ആവും. അപ്പോൾ നാളത്തേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ചായയൊക്കെ കുടിച്ചായിരുന്നു. ചായ കുടിച്ച് അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ആലപ്പുഴ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോവുകയാണ്. ഇത് ആലപ്പുഴ ബീച്ചിലൊക്കെ കാർണിവലൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം കൂടെ കഴിയാൻ നേരത്ത് നമ്മുടെ വാട്ടർഫോൾസ് വെള്ളച്ചാട്ടത്തിൻ്റെ പരിപാടിയും കൂടെ അവിടെ ഇച്ചിരി പണിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നതൊക്കെയല്ല, തുടക്കം തൊട്ടേ നമ്മൾ കണ്ടതാണ്. നല്ല അടിപൊളി പണിയാണ്. ബർത്ത്ഡേയുടെ വീഡിയോ ഇതിപ്പോൾ കാർണിവൽ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സ്കൂൾ അവധിയൊക്കെ ആയിട്ട് പിള്ളേർ കുട്ടിയുമായിട്ട് വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പിലാണ് ഇപ്പം നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ ഉത്സവം. അപ്പോൾ എല്ലാവരും വരിക, സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അല്ല എന്താ ആലപ്പുഴ ബീച്ചിൽ ഉത്സവം കൊടിയേറി മക്കളെ. ഇനി പൂരങ്ങളുടെ പൂരമായിരിക്കും. എല്ലാവരും വന്നോളൂ, അടിപൊളിയാണ്. അപ്പൊ നമ്മളിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് സിനിമാ തിയേറ്റർ വരെ ഒന്ന് പോവുകയാണ്. ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ വാഴ 2 എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ടിക്കറ്റ് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി കാണും. അപ്പം നമ്മൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് കയറി തിയേറ്ററിൻ്റെ അങ്ങോട്ട് പോകുകയാണ്. അപ്പം തിയേറ്ററിലോട്ട് പോയി നോക്കട്ടെ ടിക്കറ്റ് കിട്ടുവാണ്. നമ്മൾ നേരത്തെ അപ്പുറത്ത് കൂടെ വന്നപ്പോൾ റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൻ്റെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം തിരിച്ചായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. നോക്കട്ടെ, എൻ്റെ ലൈറ്റ് കത്ത് നിൽക്കുന്ന വാച്ച് ആയതുകൊണ്ട് എൻ്റെ ലൈറ്റ് കത്തുന്ന വാച്ച് ആയതുകൊണ്ട് എനിക്ക് സമയമൊക്കെയാണ് 8:05 ആയിട്ടുണ്ട് ഇപ്പം. അപ്പം നമ്മൾ നേരെ സിനിമാ തിയേറ്റർ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ രാത്രി 11:59 12 മണിക്കൊക്കെ ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. രാത്രി പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൊച്ചിനെയൊക്കെ ഉറക്കി കിടത്തിയിട്ട് പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ചെയ്യാൻ വണ്ടി ഓടാനൊന്നും പോകുന്നില്ല. നമുക്കൊരു കല്യാണവും റിസപ്ഷനും കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇച്ചിരി ലൈറ്റായിട്ട് എണ്ണീറ്റാലും കുഴപ്പമില്ല അല്ലേ? അതാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ബട്ടർ ബണ്ണും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുട്ടുന്നട്ടണിൽ പോവുകയാണ്. പക്ഷേ ബട്ടർ ബൺ ഉണ്ടെങ്കിലേ നമ്മൾ കുടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കുടിക്കത്തില്ല. നേരെ വീട്ടിൽ പോയി ചോറ് കുടിക്കും. നേരത്തെ ചായ കുടിച്ചതാണ്. പിന്നെ ബട്ടർ ബണ്ണിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇപ്പോൾ എടുക്കണം. അതെ ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പൂക്കായിലൊന്ന് കയറിയായിരുന്നു. എന്നിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇവാനും കളിക്കുന്നുണ്ട്. ശരിയാണ്. അതെ ഗൈസ്, നമ്മൾ നൈറ്റ് ഫുഡ് അടിക്കാൻ പോകുന്നു. ഡിന്നർ ചേച്ചിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിക്കാൻ പോകുന്നു. ചോറ്, മുളകരച്ച് കേരക്കറി, ക്യാരറ്റ് ബീൻസ് തോരൻ, മുളകാണോ അല്ലല്ലോ മോരാണോ, ഞാനൊക്കെ മാങ്ങക്കറി. ഇപ്പോൾ കഴിക്കാൻ വേണ്ടി പോകണം. കഴിച്ചിട്ട് പടം കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഗൈസ് നൈറ്റ് ഫുഡ് അടിക്കാൻ പോകും. നീങ്ങിട്ട് അവിടെ പോയിരുന്ന എങ്ങനെയാണ്? മോരാണം, ബീട്രൂട്ട് തോരൻ, അതേപോലെ തന്നെ മാങ്ങ അച്ചാറ്, ക്യാരറ്റും ബീൻസും. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാഴ 2 കാണാൻ പോകണം. എത്ര മണിക്ക്? 12 മണിക്ക്. 12 മണിക്കത്തെ ഷോ കാണാം. ഇപ്പോൾ സമയം 10 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് വരാം. ഹായ് എവ്രിവൺ. അപ്പോൾ നമ്മളിത് 11:30. അപ്പോൾ 12 മണിക്ക് കറക്റ്റ് സിനിമ തുടങ്ങുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി പുട്ടുകട്ടലിലും മണ്ണും പുട്ടുകട്ടലിൽ ബണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ബണ്ണും മേടിച്ച് നേരെ നമ്മൾ സിനിമാ തിയേറ്ററിലോട്ട് പോകും.
ബണ്ണും മേടിച്ചുകൊണ്ട് തിയേറ്ററിൽ പോകാനാണോ? തിയേറ്ററിൽ ഇരുന്ന് തിന്നാനാണ്. ആ എന്തെങ്കിലും ചെയ്യപ്പോ ചോറ് കഴിച്ചല്ലോ. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ബണ്ണ്. അപ്പം അതുകൊണ്ട് എനിക്കത് കഴിക്കാം. എന്തായാലും നമ്മൾ പോവാണ്. റോഡിലൊന്നും ആരുമില്ല, ഭയങ്കര വിച്ഛിന്നമായി കിടക്കും. അപ്പം നമ്മൾ വാഴ 2 കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അർദ്ധരാത്രിയിലെ ഒരു സിനിമ കാണാൻ. തമിഴിലൊക്കെ അർദ്ധരാത്രി സിനിമ പൂക്കായിലെ ആൾക്കാരൊക്കെ. പൂക്കായിലെ ആൾക്കാരെന്ന് പറയുന്നത് വ്യത്യസ്ത ആൾക്കാരാണ്. പൂക്കായിലെ ആൾക്കാർ ഒന്നാമൂടി ഒന്നെങ്കിൽ അറിയാമോ? ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഒരെണ്ണം കായ്ക്കലും അപ്പോൾ ഈ മുതലിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ മുതൽ കിടന്ന് കറങ്ങിയിരുന്നത്. ഒരു സാധനമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പത്തെ 2 പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവസാനിക്കുന്ന ടിക്കറ്റുകൾക്ക് 5000 രൂപ, 2000 രൂപ, 1000 രൂപ, 500 രൂപ, 200 രൂപ. പാഴ്സൽ മേടിച്ചു പോയി. ഏജൻസി ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്തുവാണെന്നൊക്കെ ചോദിച്ചാൽ പണിയോ പുറത്തുനിന്നൊന്നും കയറില്ല നമ്മളേക്ക് ഇതിൽ. അങ്ങനെ ഗൈസ് നമ്മൾ ബട്ടർ ബണ്ണ് വാങ്ങിച്ചിട്ട് നേരെ അപ്പം നമ്മൾ ബട്ടർ ബണ്ണൊക്കെ മേടിച്ചിട്ട് നേരെ സിനിമാ തിയേറ്ററിലോട്ട് പോയി. അവിടെ ചെന്നിട്ട് പടം കണ്ടിട്ട് പറഞ്ഞുതരാം അഭിപ്രായം. എൻട്രോ ബേബി കിടന്ന് ഉറങ്ങുവാണ്. ഉറക്കിയിട്ടൊക്കെയാണ് വന്നത്. അപ്പം നമ്മൾ സിനിമ കണ്ടിട്ട് വാഴ ഫസ്റ്റ് കണ്ട്, നമ്മൾ സെക്കൻഡ് കാണണം. അപ്പം നമ്മുടെ സമയമായിട്ടില്ല. അപ്പം നമ്മൾ ഇങ്ങനെ സമയമായിട്ടില്ല. വെറുതെ അവിടെ പോയിരിക്കുന്നതിൽ കൊള്ളാമല്ലോ ഇങ്ങനെ ഇറങ്ങും. വാഴ 2 കണ്ടിട്ട് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്, പക്ഷെ ഭയങ്കര തിരക്കാണ്. പങ്കജ് തിയേറ്റർ ആലപ്പുഴ. പങ്കജ് തിയേറ്ററിൽ വാഴപ്പല കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം പടം കണ്ട് ഇറങ്ങുകയാണ്. സൂപ്പർ പടം, എല്ലാവരും ഇവിടെ പടം പുറത്തിറങ്ങിയിട്ട് പറയാം. പല പല മൂഞ്ചി വ്ളോഗർമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നത്. പൊളിപ്പടം അല്ലേ? പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 3 മണിയായി. അപ്പോൾ ഗൈസ് നമ്മൾ പടം കണ്ടിട്ട് ഇറങ്ങിയതാണ്. അവിടെ ആളും ബഹളമായതുകൊണ്ടൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. അതുകൊണ്ടാണ് പടം വാഴ 2 നിങ്ങളെല്ലാവരും പോയി കാണണം. ഒരു രക്ഷയില്ല. ചില മൊണ്ണ വ്ളോഗർമാര് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഒന്നും വലുതായിട്ട് എക്സ്പെക്ട് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളൊരു അഭിപ്രായം പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം നിങ്ങൾ പോയി കണ്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സായിരിക്കും. കാരണം ഫസ്റ്റ് വാഴേനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഈ വാഴയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ പടം. നാഷർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തട്ടവന്. പിന്നെ ആ ചേട്ടന് ഈ നാഷറിന്റെ കൂട്ടത്തിലുള്ള ആണ് പടം പോയി. ആദ്യത്തെ കോമഡി സീനും സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ടച്ചിങ് ആയിട്ടുള്ള. നമുക്ക് ഇതുവരെ ആ പടത്തിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ പറ്റിയിട്ടില്ല. പടം കേട്ടോ. ക്ലൈമാക്സിൽ ആദ്യം അഭിനയിച്ചവന്മാരെയും കൂടെ കാണിക്കുന്നത് വൺ ട്വിസ്റ്റാണ്. പടം തീർന്നെന്നും പറഞ്ഞാൽ ആരും ഇറങ്ങി പോയി കളയരുത്, അത്രേ പറയാനുള്ളൂ. കൊള്ളാം, വെരി നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട്, ഇവരും ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട്. നല്ല ഹാർട്ട് ടച്ചിങ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് ഫുൾ.
അപ്പൊ നേരെ ഇപ്പൊ വീട്ടിലോട്ട് നമ്മൾ പോകുകയാണ്. ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി വയ്യ, നേരെ പോയി കിടന്ന് ഉറങ്ങാനുള്ള ഐറ്റപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ഈ ഡേ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവരിൽ എത്തണം. അപ്പൊ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇതൊക്കെ ചെറുതായിട്ട് കൂട്ടിയാൽ മതി. വലിയ ഒത്തിരി വീഡിയോകൾ നിങ്ങളുടെ മുന്നിലോട്ട് ഒരുപാട് വരുന്നത്. ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ടപ്പേന്നും പറഞ്ഞ് അടിച്ചു പൊട്ടിക്കുക. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് റോഡിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് അടിപൊളി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അതുവരെ ബൈ ബൈ.